നമസ്കാരം. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് വീട് സ്വന്തമായി വാങ്ങണോ അതോ വാടകയ്ക്ക് എടുക്കണോ എന്നുള്ളത്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് പിന്റു പ്രകാശും ഷിനോദുമാണ്. നമുക്ക് ഇവരോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാം. പിന്റു പ്രകാശിന്റെ അഭിപ്രായത്തിൽ വീട് വാടകയ്ക്ക് എടുക്കുന്നതാണോ വാങ്ങുന്നതാണോ നല്ലത്? മനുഷ്യന്മാരെല്ലാം വിവിധ സ്വഭാവക്കാരാണ്, ആഗ്രഹക്കാരാണ്, വിവിധ സാഹചര്യങ്ങളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിനൊരു ഉത്തരം പറയുന്നതിനേക്കാളേറെ കുറേ സർട്ടൻ ക്രൈറ്റീരിയാസും പാരാമീറ്റേഴ്സും വെച്ച് നമ്മളൊരു കണക്കെടുക്കും. ഉദാഹരണത്തിന് അധികം ജോലി സംബന്ധമായിട്ടോ കാര്യങ്ങൾക്കോ അധികം ഷിഫ്റ്റിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഇല്ലാത്ത ഒരു തരം ജോലി നമുക്ക് മിക്കപ്പോഴും അറിയാം, ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുക. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വേറെ വീടില്ല, കാര്യങ്ങളില്ല, നമ്മളൊരു വാടകയ്ക്കാണ്, അല്ലെങ്കിൽ വലിയ കുടുംബമാണ്, പാർട്ടീഷൻ ഭാവിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീടില്ല, അങ്ങനെ വരുന്നൊരു ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പൊതുവായിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു വലിയൊരു സമൂഹം ഈ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ നോക്കിയിട്ട് കണക്കെടുത്ത് പറയുകയാണെങ്കിൽ വീട് വാങ്ങുന്നതിനെയാണ് ഞാൻ അനുകൂലിക്കുന്നത്. അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഷിനോദിന്റെ അഭിപ്രായത്തിൽ വീട് വാങ്ങുന്നതാണോ അതോ വാടകയ്ക്ക് നിൽക്കുന്നതാണോ നല്ല മികച്ചൊരു തീരുമാനമായി തോന്നുന്നത്? ഇത് പിന്റു പറയുന്ന പോലെ കണ്ടീഷൻ സപ്ലൈ ആണ്. ഉദാഹരണത്തിന് മെട്രോ നഗരങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ മാറി മാറി ജോലി ചെയ്യുന്ന ഒരാൾക്ക് വീട് വാങ്ങുന്നത് പ്രായോഗികമല്ല. ആ സമയത്ത് നമുക്ക് റെൻ്റാണ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു വീടുണ്ട് നാട്ടിൽ, അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറൊരു വീട് വാങ്ങേണ്ട കാര്യമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് കുറേ കൂടി ഇമോഷണലാണ്. എങ്ങനെ ഇമോഷണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പറയും, പിറ്റേ ദിവസം തന്നെ ചോദിക്കും വിശേഷമൊന്നും ആയിട്ടില്ല. അങ്ങനെ ആദ്യത്തെ വിശേഷം കഴിഞ്ഞ് പിന്നെ ഇവിടെ നാട്ടുകാരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കുട്ടി എപ്പോഴാണെന്ന് ചോദിക്കും. ഈ രണ്ട് ചോദ്യം കഴിഞ്ഞാലുള്ള മൂന്നാമത്തെ റിസർവ് ക്വസ്റ്റ്യനാണ് എപ്പോഴാണ് വീടുണ്ടാക്കുന്നത്, ഒരു സ്ഥലം വാങ്ങി വീടുണ്ടാക്കണ്ടേ. അപ്പോൾ ഈ ഒരു സോഷ്യൽ നിർബന്ധമുണ്ടല്ലോ, ഈ സോഷ്യൽ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് പലരും വീടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഇമോഷണൽ വശം ഒരു ഭാഗത്ത് പരിഗണിക്കണം. മറുവശം ആരൊക്കെയാണ് വീട് വാങ്ങേണ്ടതെന്ന് നോക്കാം. വീട് വാങ്ങേണ്ടവർ, ഒന്നാമത്തത് നമുക്ക് വേണ്ടത് ഒരു വീട് നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന എല്ലാവർക്കും വീട് വാങ്ങാം. കാരണം ഒരു നിക്ഷേപമാണ്, നമുക്ക് വീട് വാങ്ങാം. ലോൺ എടുത്ത് വീട് വാങ്ങുന്ന ഓരോരുത്തരും ആ ലോണിന് കൊടുക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 20% ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. അല്ലാതെ നമ്മൾ ആ വീട് വാങ്ങാൻ ലോൺ എടുത്ത് വീട് വാങ്ങാൻ പോകരുത്. 100% ലോൺ എടുത്ത് നമ്മൾ വീട് വാങ്ങാൻ പോകരുത്. അപ്പം 20% ക്യാഷെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരാളായിരിക്കണം. 1. 2, EMI വരാൻ പോവുകയാണല്ലോ. ഈ EMI അടയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സ്ഥിര വരുമാനം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ അതെങ്ങനെയെങ്കിലും നാളെ അടച്ചു പോകും, അടുത്ത മാസം അടച്ചു പോകും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പറ്റിയ പണിയല്ല ഈ ലോൺ എടുത്തിട്ട് വീട് വാങ്ങൽ. മൂന്നാമത്തെ കാര്യം, ഹോം ലോൺ അടക്കം നമ്മുടെ കടം എന്ന് പറയുന്നത് 40%, നമ്മുടെ വരുമാനത്തിൻ്റെ 40%-നുള്ളിലായിരിക്കണം. അപ്പോൾ അതും നമ്മൾ ഉറപ്പാക്കണം. ഓൾറെഡി കുറേ പേഴ്സണൽ ലോണും മറ്റ് ലോണുകളൊക്കെ എടുത്തിരിക്കുന്ന ഒരാൾ ഒരു ഹോം ലോണും കൂടി എടുത്തിട്ട് അയാളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. അതും ഒഴിവാക്കണം. പിന്നെ അവസാനത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മൾ അപ്പോഴത്തെ മാർക്കറ്റ് കൂടി പരിഗണിക്കണം. ഇത്രയും ഘടകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് വീട് വാങ്ങാൻ പറ്റുമെങ്കിൽ വീട് വാങ്ങാം. അല്ലെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ, ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് റെൻ്റാണ്. ഇപ്പം വാടക എന്ന് പറയുമ്പം നമ്മൾ ഇതിൻ്റെ എല്ലാ സാധ്യതകൾ പരിശോധിച്ചാലും ശരി, നമ്മൾ അധ്വാനിക്കുന്ന പണമാണ് നമ്മുടെ ഇതിലൂടെ പോകുന്നത്. അത് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുന്നതിനാണ് എപ്പോഴും നല്ലത്. ആ ഒരു അർത്ഥത്തിലാണ് വീട് വാങ്ങുക എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളുണ്ട്. പിന്നെ റെൻ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും പ്യൂർലി ഒരു എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അത് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. ഒരു മെട്രോ സിറ്റീസിലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു വാടകയും വർഷം കൂടും. നമ്മൾ മേടിക്കുന്ന ഒരു വീടിൻ്റെ കാര്യവും നമുക്കും ഇയർലി അല്ലെങ്കിൽ അതായത് അപ്രീസിയേഷൻ ഉള്ള ഹിസ്റ്റോറിക്കലി അതിനെ നോക്കുമ്പം റിയൽ എസ്റ്റേറ്റ് ഇന്ത്യയിലെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ പല ഫോർകാസ്റ്റുകളും അറിയപ്പെടുന്ന ഗ്ലോബൽ റിസർച്ച് റൈറ്റിംഗ് ഫേമുകളുടെ ഒക്കെ പ്രകാരം ഡബിൾ ഡിജിറ്റുള്ള ഗ്രോത്ത് ഇൻ നിയർ ഫ്യൂച്ചറിലോട്ട് പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഓരോ റിഫോംസ് നടക്കുന്നുണ്ട്. ഞാൻ അത്രയും വലിയ സംഗതിയിലോട്ട് പോകുന്നില്ല. ഷിനോദ് സാറ് പറഞ്ഞതിൻ്റെ അകത്തേക്ക് ഒരു മെയിൻ 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ പിയർ പ്രഷർ, നമ്മുടെ ബാക്കിയുള്ള ചുറ്റും നൽകുന്ന സമ്മർദ്ദം. പക്ഷെ അതിനെ നമുക്ക് അതിജീവിച്ച് വേണം വീട് എൻ്റെ ഒരു കാര്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാനൊക്കെ പോകുമ്പോഴാണ് ഈ പല അഭിപ്രായങ്ങൾ വരുന്നത്. നമുക്ക് ആദ്യം വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ഒരു പ്രാഗ്മാറ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾറെഡി റെഡി ടു മൂവ് എന്നുള്ള രീതിയിൽ നമുക്കൊരു വീട് വാങ്ങാം. വലിയ അധികം പഴക്കമില്ലാത്തൊരു വീട് നോക്കുക അതിന് ബെസ്റ്റ് ഒരു ഇതായിട്ട് ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നത്. നമുക്കതിനെ പിന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇച്ചിരി ഒരു സാമ്പത്തിക സ്ഥിതിയിലോട്ട് എത്തുമ്പോൾ റിനോവേറ്റ് ചെയ്യാൻ പറ്റും. വീട് വാങ്ങണ്ട എന്നല്ല, വീട് വാങ്ങാൻ നമ്മളൊരു കണ്ടീഷൻ വെക്കണം. എന്ന് വെച്ചാൽ വീട് വാങ്ങാൻ ഉദാഹരണത്തിന് അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള പണം അയാളുടെ കൈവശം
ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങൾ ഉള്ള ഒരാൾക്ക് വീട് വാങ്ങാം. തീർച്ചയായിട്ടും വീട് വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ചായ കുടിക്കുമ്പോൾ തോന്നുന്നല്ലോ, അതൊരു ലോങ് ടൈം പ്ലാൻ ആണ്, ഒരു ലൈഫിലൊരു മൈൽ സ്റ്റോൺ ആണ്, ഒരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇമോഷണൽ സെക്യൂരിറ്റി, നമുക്കൊരു പ്രൈഡ് തരുന്നു. പിന്നെ മോർ ഓവർ ഇതൊരു നമ്മളിപ്പോൾ ഈ ലൈഫിൽ നമ്മുടെ ഗോൾഡൻ ടൈമിൽ നമ്മളിത് അച്ചീവ് ചെയ്തതിലൂടെ ഫ്യൂച്ചർ ജനറേഷനൊരു സെക്യൂരിറ്റിയാണ്. മോർ ഓവർ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വാടകയ്ക്ക് നമ്മൾ താമസിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു എക്സ്പെൻഡിച്ചറിനുള്ള ഇൻകം എപ്പോഴും ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ വീട് വാങ്ങുമ്പോൾ അത് EMI അടയ്ക്കാൻ ജോലി ചെയ്യണമെന്നാണ്. ഈ റെൻറ്റിന് താമസിക്കണമെങ്കിലും സ്വന്തം കാലിൽ നിന്ന് താമസിക്കണമെങ്കിലും ജോലി സമയം വേണം. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ എ പീരീഡ് നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ത്രൂ ദ ബൈങ് എ ഹോം. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം, ഇനിയിപ്പം നമ്മൾ പ്രായമെത്തി ആ സമയത്ത് റെൻ്റ് അടയ്ക്കണമെങ്കിൽ ജോലി ചെയ്യാൻ പോകണം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മോർഗേജ് ലോൺ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അസറ്റ് ഉണ്ട്, അതിൻ്റെ പുറത്ത് നമുക്ക് വേറൊരു സോഴ്സ് മൊബിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പറ്റും. പിന്നെ റിവേഴ്സ് മോർഗേജ് ഉണ്ട്. ഇപ്പം നമുക്ക് ആ സമയത്ത് വലിയ സേവിങ്സ് നമ്മൾ ഇതൊക്കെ കാരണം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ പെൻഷൻ ഇല്ല. ഓക്കെ, റിവേഴ്സ് മോർഗേജ് ലോണുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ചെയ്തിട്ട് നമുക്ക് ത്രൂ ഔട്ട് അത് പോവും. ലൈഫ് നമുക്ക് മുന്നോട്ടുണ്ട് റീപേയ്മെൻറ്റിൽ. ആ സമയത്ത് ലീഗൽ ഹയറിന് ഇതിൻ്റെ അകത്ത് നിന്ന് വന്നേക്കുന്ന സ്പെൻഡിങ്ങിനെക്കാട്ടും കൂടുതൽ അസറ്റിന് വാല്യൂ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് വേണ്ടത് മേടിക്കാൻ പറ്റും. അതിനോട് ലീഗൽ വശങ്ങൾ അതിൻ്റെ കിടപ്പുണ്ട്. ഒരു വീട് വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വെൽത്ത് 4-5 മെയിൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിലൂടെ പോകുന്ന പണത്തെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പം ഒരു വെൽത്ത് ക്രിയേഷനുണ്ട്, ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞില്ല, കാരണം വെച്ചാൽ നമുക്കെപ്പോഴും സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം കിട്ടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ 4 ചുവരുകൾക്കുള്ളിലാന്ന് പറയും. അത് നമ്മുടെ സ്വന്തം വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലാണ് കിട്ടുന്ന ഒരു മനസ്സമാധാനം. ഞാൻ പറഞ്ഞ ഇമോഷണൽ ട്രാപ്പ്. ആക്ച്വലി ഈ ഒരു ഇമോഷണൽ ട്രാപ്പ് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും കുറച്ച് ഹോംവർക്ക് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം, നിങ്ങളൊരു 50 ലക്ഷത്തിൻ്റെ ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിനിമം 10 ലക്ഷം വേണം. 10 ലക്ഷം രൂപയില്ലാണ്ട് നിങ്ങളൊരു ഹോം ലോൺ എടുക്കാൻ പോകരുത്. അപ്പോൾ സപ്പോസ് നമ്മൾ ഒരു 50 ലക്ഷത്തിൽ 10 ലക്ഷം പോയി, ബാക്കി എത്രയുണ്ട്? 40 ലക്ഷം. 40 ലക്ഷം നമ്മൾ ഹോം ലോൺ എടുത്താൽ ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് 9% റേറ്റ് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമ്മൾ 35,000-നും 37,000-നും രൂപ നമ്മൾ മാസം അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ അടച്ച് നമ്മൾ പോയി 20 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുക്കുക എന്ന് കൂട്ടുക. നമ്മൾ അടച്ചു തീർക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 86 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. 86 ലക്ഷം നമ്മൾ അടയ്ക്കണം. അപ്പോൾ സപ്പോസ് നമ്മൾ എടുത്ത 40 ലക്ഷം ലോണും ഏകദേശം അത്ര തന്നെ നമ്മൾ ഇൻട്രസ്റ്റും കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ ഒരു മാർക്കറ്റ് അപ്രിസിയേഷൻ, എനിക്ക് ഇവിടെ എതിർപ്പുള്ളത് ഇതൊരു ഹാഫ് ഡോർ ഓപ്പൺ ഹാഫ് ഡോർ അല്ല, ഞാൻ ഒരു കാര്യം പൂർത്തിയാക്കട്ടെ. ഇതിന് ഒരു മാർക്കറ്റ് അപ്രിസിയേഷൻ നമ്മൾ കൂട്ടുക. മാർക്കറ്റിന് ഒരു 7% അപ്രിസിയേഷൻ കൂട്ടുകയാണെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2 crore ആയിരിക്കും, അല്ലേ? ഇനി പിന്തുവിൻ്റെ പോയിന്റ് വരട്ടെ. അല്ല, ഞാൻ പറയുന്നത് ഒരു ഹാഫ് ഡോർ ഓപ്പൺ ക്ലോസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ലേ. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഏത് കാര്യങ്ങളും. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ EMI നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ, അതായത് ഞാൻ പറഞ്ഞത് ഇതൊരു പെട്ടെന്ന് എടുക്കുന്നൊരു തീരുമാനമല്ല വീട് വാങ്ങുക. അപ്പോൾ ടൂറ് പോകുന്ന പോലെയോ നമ്മളൊരു കാർ മേടിക്കുന്ന പോലെ അല്ല. ഇപ്പോൾ ഈ റെൻറ്റിന് വേണ്ടി ബാധിക്കുന്ന പല ഇൻഫ്ലുവൻസ് ആയാലും 6 മാസം കൂടുമ്പോൾ പുതിയ കാറ് വാങ്ങി, അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇമോഷണൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, ലൈഫിൻ്റെ ഗോളൊക്കെ ശരിയായിരിക്കും. ഞാൻ അങ്ങനെ വിമർശിക്കുന്നതല്ല, പക്ഷേ പറയുകയാണ് ഇപ്പം പൈസ അനാവശ്യമായി ലോക്ക് ചെയ്യുന്നു, നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഓരോ ആർഗ്യുമെൻറ്റ്. പക്ഷെ അങ്ങനെയുള്ളവർ ചെയ്യുന്ന ദൂർത്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതായത് ഒരു ഫ്യൂച്ചറിലേക്ക് നിൽക്കുന്നതല്ലാത്ത ഒരു ഡിപ്രിസിയേറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കുമാണ് അവർ പൈസ കളയുന്നത്. അപ്പോൾ ബേസിക്കലി ജീവിക്കാൻ ഡിസിപ്ലിൻ വേണം, നമുക്കൊരു ഗോള് വേണം. ഈ 2 പറഞ്ഞ കാര്യങ്ങൾ വീട് വാങ്ങുന്നതിലൂടെ കിട്ടും. പിന്നെ ഈ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ആദ്യം തന്നെ ഒരു 3 കൊല്ലത്തേക്ക് പ്ലാനിലൂടെ പ്രീ പ്ലാൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കയ്യിലിരിക്കുന്ന സ്വർണ്ണമുണ്ട്, അത് കുറച്ച് നമുക്ക് കളയാന്നില്ല, വിറ്റിട്ട് നമുക്ക് ആ ഫണ്ട് എടുത്ത് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം. ഡൗൺ പേയ്മെൻറ്റ് എത്ര കൂടുന്നു അത്രത്തോളം നമ്മുടെ EMI കുറയും. ഏത് ലോൺ എന്ന് പറഞ്ഞാലും നമ്മൾ ബേസിക്കലായിട്ട് അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചർ ഇൻകം ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കൂടുക എന്ന് പറയാൻ നമ്മൾ അത്രയും പെട്ടെന്ന് ബാറ്ററിയിൽ നിന്ന് ഒഴിവായി എന്നുള്ള പോസിറ്റീവ് വശം ഉണ്ട്. അത് നമ്മൾ പ്രീ പ്ലാനിങ്ങിൽ നടക്കും. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റെഡി ടു മൂവ്. ഒരു 2ാമത് വീട്, അതായത് ചില എന്തെങ്കിലും കാരണത്തിൽ നിർമ്മിച്ചൊരു വീട് വിറ്റ് പോകുന്നവരുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മളൊരു 3-4 വർഷത്തെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹറിബറിയായിട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ കിട്ടാതെ, അല്ലെങ്കിൽ ചോയ്സ് കിട്ടാതെ. പക്ഷേ ഒരു 4-5 വർഷത്തെ പ്ലാനിങ് ഉണ്ട്, നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നല്ല അവസരങ്ങൾ മുന്നിൽ വരും, അവസരങ്ങൾ വരാതിരിക്കത്തില്ല. അപ്പം നമുക്ക് കൂടുതൽ ചോയ്സ് കിട്ടും. അവിടെ നമുക്ക് കൃത്യമായ പ്ലാനിങ് കൊണ്ട് ചെയ്യാൻ പറ്റും.
പിന്നെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡൗൺ പേയ്മെന്റ് വരുന്ന EMI പോകുന്ന ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം 7-8%. അതിനകത്തേക്ക് കടക്കുന്നതിനിടയിൽ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പല ആളുകളും ഇപ്പൊ ടൗണിലേക്കൊക്കെ മാറി താമസിക്കുമ്പോൾ ജോലിയുടെ ആവശ്യത്തിനായിട്ടായിരിക്കും മാറി താമസിക്കുക. അപ്പോൾ അവര് ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് മികച്ച ജോലി കിട്ടുമ്പോഴോ മറ്റു ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ മൂവ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ ആ ഒരു സ്ഥലത്ത് വീട് മേടിക്കുന്നതിനെ കുറിച്ച്, ചിലർ 10 വർഷം ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരാൾ വീട് മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവരുടെ വീട് മേടിച്ചു, അപ്പം പിന്നെ അവർ അവിടുന്ന് മൂവ് ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ മേടിച്ച വീട് പിന്നെയും അവര് പുതിയ സ്ഥലത്ത് പിന്നെയും അവരൊരു താമസ സ്ഥലം കണ്ടെത്തേണ്ടി വരില്ലേ? 10 വർഷം ഗണ്യമായ ഒരു സമയമില്ല. ആ സമയത്ത് വാല്യൂന്റെ ലാൻഡിന്റെ വാല്യൂ അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നഷ്ടം ഒരിക്കലും വരത്തില്ല. അതായത് 10 വർഷത്തെ. പിന്നെ ലാൻഡ് ആണെങ്കിൽ എന്നുവെച്ചാൽ ലാൻഡ് ഉള്ള വീടാണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ ആണ് സംഭവിക്കുക. അല്ല, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റി. മെട്രോ സിറ്റീസിലേക്കാണ് അത് സംഭവിക്കണമെന്നൊന്നുമില്ല. ടയർ 2 ടയർ 3 സിറ്റീസിലോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വാട്ടർ സ്കേർസിറ്റി എപ്പോഴുള്ള വരുമ്പോൾ ബാംഗ്ലൂരിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് ചില ഭാഗത്ത് ഇപ്പോൾ ഒരു കുറവ് വരുന്നു. അതൊക്കെ സംഭവിക്കും. അതിപ്പോൾ ഇൻഹെറിറ്റിൻ്റെ റിസ്ക് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. കമ്പാരിബിൾ റിസ്ക് കുറവ് റിയൽ എസ്റ്റേറ്റിൽ തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ വീട് എടുക്കുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ അതിന്റെ ഓണർ തന്നെയാണല്ലോ നോക്കേണ്ടി വരിക. പക്ഷെ നമ്മൾ റെന്റിനൊരു വീട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓണർ ആണല്ലോ അതിന്റെ. പക്ഷെ ആ ഓണർ തീരുമാനിക്കുന്ന കാറെ പാർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് നമുക്ക് ചെയ്യാം. നമ്മുടെ അങ്ങനത്തെ അംബീഷൻസ്, നമ്മുടെ ആ ഒരു ഫ്രീഡം, അത്രയും കാര്യങ്ങളോട് സാധ്യതയുണ്ട്. ഇതെല്ലാം അതിന്റെ പ്ലസും മൈനസും ഉണ്ട്. ഒരു നമ്മൾ ബേസിക് താഴെ തട്ടിൽ നിന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ ഒരു ആളുകൾക്ക് ഇപ്പോൾ ഒരു വീട്ടിലൊരു എന്താ പറയുക അത്യാധുനിക സൗകര്യങ്ങളൊന്നും വേണമെന്നായിരിക്കുമല്ലോ. ഒരു ചെറിയ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കണം എന്നുള്ള ഒരാളായിരിക്കും. അല്ല, അതിലല്ല. അത് കാഴ്ചപ്പാടിന്റെയും നമ്മുടെ വികലമായിട്ടുള്ള അനുകരണങ്ങളുടെയും പ്രശ്നം. വീടെന്നുള്ള പുറത്തല്ല പൈസ, ഇന്റീരിയറിന് വേണ്ടി എത്ര പൈസ ചിലവഴിച്ചാലും അവൻ്റെ കപ്പാസിറ്റി അത് ഞാൻ അനുകൂലിക്കുന്ന വ്യക്തി. കാരണം നമ്മളെ ഉള്ളിലാണ് താമസിക്കുന്നത്, പുറത്തല്ല. ഈ പുറംബോഡിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അനിയൻ വലിയ വീട് വെച്ചു, അല്ലെങ്കിൽ അപ്പുറത്തെ അയൽക്കാരൻ വലിയ വീട് വെച്ചു, നമ്മൾ അങ്ങനത്തെ കോംപ്ലക്സിലോട്ടോ അങ്ങനത്തെ അനാവശ്യമായ ഈഗോയിലോട്ടോ പോയി കഴിഞ്ഞ് ഈ കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മളൊരു സർവൈവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് നേടണമെങ്കിൽ നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ വേണം, നമുക്കൊരു ഫിലോസഫി വേണം, നമുക്കൊരു ലൈഫ് ഗോളും പ്ലാനും ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം നമുക്ക് അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺ വേണ്ട. നമ്മളെവിടെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സമാനം പോകത്തേ ഉള്ളൂ. പിന്നെ ഈ സൗകര്യം എന്ന് പറയുന്ന നമ്മളകത്തല്ലേ ജീവിക്കുന്നത്, പുറത്തല്ല. പുറമോടിക്ക് അല്ലാതെ അകമോടിക്ക് വേണ്ടിയിട്ട് ഇന്റീരിയറായിട്ടൊരു കാശ് ന്യായമായിട്ട് കളയുന്നതിനെ ഞാൻ അനുകൂലിക്കുന്ന വ്യക്തി. കാര്യം നമ്മൾ അകത്താണ് താമസിക്കുന്നത്, നമ്മുടെ കംഫർട്ടാണ്. അപ്പം നമ്മൾ എന്തുമാത്രം കംഫർട്ടായിട്ടിരിക്കുന്നോ അത്രയും നമ്മൾ ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിരിക്കും മറ്റുള്ളവരുടെ അടുത്തും. നമുക്ക് അകത്തൊരു ഫ്രസ്ട്രേഷൻ ഉള്ളത് ചുറ്റുമുള്ളവർക്ക് അറിയാനും പറ്റും. അപ്പം ആ ഒരു വെൽബീയിങ്, ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ട്, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ ബൂസ്റ്റ് ചെയ്താൽ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. ആ റെൻ്റലായിട്ടൊരു വീടിനെ സംബന്ധിച്ച് എപ്പോഴും ആ ഒരു ഇമോഷണൽ ഡിസ്കണക്റ്റ് ഉണ്ട്. അത് ട്രാപ്പല്ല, അത് ആക്ച്വലി ഇപ്പം നോക്കും നമ്മൾ തന്നെ നാട് പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു നൊസ്റ്റാൾജി ഉള്ളതുകൊണ്ട്. ആ നൊസ്റ്റാൾജി എങ്ങനെ കിട്ടിയത്? സ്വന്തം നാടും മണ്ണും. അല്ല, ഇമോഷനാണ്. മനുഷ്യൻ ഇമോഷനാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് മനസ്സില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല. ആ മനസ്സിലാണ് ഇരിക്കുന്നത്. ഇമോഷണൽ എന്ന് പറയുന്നത് എല്ലാത്തിനും അത് വേണം, അതിൻ്റെതായ ഭാഗമായിട്ടുള്ള രീതിയിലാണെങ്കിൽ. ഇമോഷൻ എന്നുള്ള എപ്പോഴും നമ്മളെ സംബന്ധിച്ച് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയെങ്കിൽ അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ EMI പലരൊക്കെ പറയുന്നു. അപ്പോൾ EMIയുടെ ഇത് ലാൻഡിൻ്റെ ഒരു അപ്രീസിയേഷൻ ഉണ്ട്. എന്തായാലും ബാങ്ക് റേറ്റിനെക്കാട്ടും മേളിലാണ് ലാൻഡിൻ്റെ അപ്രീസിയേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് തെറ്റില്ല. അതിലൂടെ ടാക്സ് ബെനിഫിറ്റോട് വരുമ്പോൾ എഫക്റ്റീവ് ഔട്ട്ഫ്ലോ നമ്മുടെ കയ്യിൽ പോകുന്നത് കുറവാണ്. അതുകൊണ്ട് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇതും വർദ്ധിപ്പിക്കുന്നൊരു ഘടകമാണ്. പിന്നെ റെൻ്റൽ ഇൻകം കിട്ടാം. ഇപ്പം നമുക്കൊരു വാടക വീട്ടിൽ വേറെ വാടകക്കാരനെ താമസിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അറിയാതൊക്കെ ചെയ്യാം, ലീഗലി തെറ്റാണ്. പക്ഷേ നമ്മളിത് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് EMI ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് ആ വീട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു ഒന്ന് സെറ്റ് ചെയ്താൽ, വേർതിരിച്ചാൽ അപ്പുറത്തെ വീടത്ത് നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും. അങ്ങനെ പല രീതിയിലും വീട് വാങ്ങുന്നതാണ് നല്ലത്. ഇപ്പം കൂടെ അടിക്കടിക്ക് മാറണം എന്നൊക്കെ പറയുന്നവർക്ക് സംബന്ധിച്ച് വാടക വീട് തന്നെയായിരിക്കും ചോയ്സ്. അതൊന്നുമില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അഡമിൻ്റായിട്ട് പറയുന്നതല്ല. പക്ഷേ എപ്പോഴും ഒരു സ്വന്തം വീട് വാങ്ങാൻ നമ്മുടെ പരിസ്ഥിതിയും കാര്യങ്ങളും പറ്റുവാൻ ശ്രമിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയുടെ മൊത്തത്തിലൊപ്പം ബാക്കിയുള്ള ഒരു വെസ്റ്റേൺ ഇതുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ എപ്പോഴും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഹൗസ് ഹോൾഡ് സേവിങ്സ് ആണ്. നമ്മുടെ ഒരു സമ്പാദ്യശീലമാണ്. ഒരു സ്വന്തമായിട്ട് വീട് വാങ്ങുന്നതും ഒരു അസറ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞത്. ഞാൻ റെൻറ്റിൻ്റെ ഒരു കണക്ക് പറഞ്ഞുതരാം ക്രിസ്റ്റ്യൻ. ആ റെൻറ്റിൻ്റെ കണക്കെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ 50 ലക്ഷത്തിന് അതേ വീട് തന്നെ, അപ്പോൾ നമ്മൾ 10 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. ഈ 10 ലക്ഷം ഒരു വൺ ടൈം മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 20 വർഷത്തേക്ക് ക്രിസ്റ്റ്യനെ ഇൻവെസ്റ്റ് ചെയ്തു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മൾ EMI ആയിട്ട് കൊടുക്കാൻ പോകുന്ന എത്രയും 35 രൂപ 37 രൂപയല്ല 35 രൂപ കൂട്ടിക്കും. ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് കൊച്ചി തന്നെ എടുക്കുക. കൊച്ചി എന്ന സിറ്റിയിൽ ഒരു 2 BHK അല്ലെങ്കിൽ 3 BHK നമുക്കൊരു 12 രൂപ 14 രൂപയ്ക്ക് കിട്ടും. നമ്മൾ സപ്പോസ് ഒരു 15 രൂപ കൂട്ടാം. ആ 15 രൂപ നമ്മൾ
റെൻറ്റിന് ഒരു വീട്ടിൽ താമസിക്കുന്നു, ബാക്കി 20 രൂപ അവിടെ ഉണ്ട്. ഓൾറെഡി നമ്മൾ 10 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള പൈസ നമ്മൾ ഫിക്സഡ് അല്ല മ്യൂച്വലിൽ ഇട്ടു. ഈ 15 നമ്മൾ സിപ്പായിട്ട് 20 വർഷത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിക്കുമ്പം 20 വർഷം കഴിയുമ്പോൾ നമ്മൾ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ പണവും 15,000 നമ്മൾ സിപ്പ് വെച്ച് പോകുന്നല്ലോ, അല്ല 20,000 സിപ്പ് വെച്ച് പോകുന്നല്ലോ, ഈ പണവും കൂടി കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 4.5 കോടിൻ്റെ അടുത്ത് കാണും. 4-4.5 കോടിൻ്റെ അടുത്ത് കാണുന്ന റഫായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ആ 4.5 കോടിയിൽ 2 കോടി കൊടുത്തിട്ട് നമ്മൾ അപ്രിസിയേഷൻ വെച്ച് നേരത്തെ വാങ്ങിയ വീടുണ്ടല്ലോ, അതിന് നമ്മൾ 7% അപ്രിസിയേഷൻ വെച്ച് കണ്ട വില എത്രയാണ്? 2 കോടിയല്ലേ? അന്ന് അതേ വിലക്ക് കിട്ടത്തില്ല. അല്ല, അത് 20 കൊല്ലം കഴിയുമ്പോൾ കൊച്ചിയിൽ ഇന്നത്തെ വില കൊച്ചി അതേ അപ്രിസിയേഷൻ നമ്മുടെ ലാൻഡിലും വരുന്നുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ ഇപ്പം നമ്മുടെ ഒരു നിഫ്റ്റിയുടെ അല്ലെങ്കിൽ NSEയുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു CAGR കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ 10 to 12 റേറ്റ് ആണ്. പക്ഷേ 18 വരെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേ മറ്റോടത്ത് 7%, 7-8 ഇടയിലുള്ളൂ. വോളറ്റൈലാണ് അത്. വോളറ്റൈലാണ് ആ ഒരു ഏത് റിട്ടേണും. പക്ഷെ നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ അതേ സെയിം ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉണ്ടല്ലോ, വാല്യൂ അപ്രിസിയേഷൻ ഉണ്ട്. 20 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ 40 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സാധനം അന്ന് ചിലപ്പോൾ 2 ലക്ഷം രൂപ 2 കോടിയാവും ആ ലാൻഡിന്റെ വില, അല്ല വീടിന്റെ വില. വീടിന്റെ വെച്ചാൽ വസ്തു ഉൾപ്പെടുന്നുള്ള വീടിന്റെ ഈ മ്യൂച്വൽ ഫണ്ട് എടുത്ത സാധനം തന്നെയാണിത്. പിന്നെ ആ 20 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീട് നോക്കുമ്പോൾ 2 ലക്ഷത്തിന് കിട്ടുന്ന വീട് ഇന്നത്തെ വീട് വെച്ച് നോക്കുമ്പോൾ ഒന്നും ആയിരിക്കത്തില്ല. അതിൻ്റെ ഒരു സംഭവം. വീട് വാങ്ങുന്നതിനെ കുറിച്ച് കുഞ്ഞ് സംസാരിച്ചല്ലോ. അപ്പം സ്ഥലം വാങ്ങി വീട് വെക്കുന്നതാണോ അതോ ഒരു വെച്ച വീട് വാങ്ങുന്നതാണോ ഒരാൾക്ക് നല്ലത്? അതും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് വേറെ ആൻസസ്ട്രൽ ഹോമോ അങ്ങനെ ലാൻഡോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഓൾറെഡി വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള റെഡി ടു മൂവ് ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് വെക്കുക എന്നൊക്കെ എല്ലാവരും ആഗ്രഹം തന്നെ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇച്ചിരി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്ക്. ഒരു സ്ഥലം മേടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു വീട് പണി പൂർത്തിയാകുമ്പോൾ ഞാൻ അങ്ങനെ വലിയ വിശ്വാസം അതിൻ്റെ ഇതൊന്നും പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? അന്നത്തെ കാര്യം അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു സാധനം കംപ്ലീറ്റ് അല്ലെ നമുക്ക് അതിന് വേണമെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടല്ലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ നിശ്ചയിച്ച് നമുക്ക് പൂർത്തിയാക്കുന്നതിന് വിചാരിക്കും. പക്ഷെ അപ്പോഴും വേറെ പ്രശ്നമുണ്ട്, ബഡ്ജറ്റ് ഓവർ ഷൂട്ട് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് തീർക്കണം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് തീർക്കണം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് തീർക്കണം എന്ന് വിചാരിച്ചാൽ ഒരു വീട് പണി എങ്ങനെ പോയാലും ഒരു 20 മുതൽ 30% വരെ അതിൻ്റെ ചിലവ് മേലോട്ട് പോകുമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളൊരു പഴയ വീടെന്ന് പറഞ്ഞാൽ നിർമ്മിച്ച് കഴിഞ്ഞ് വിൽക്കാനിട്ടിരിക്കുന്ന വീടുകളുണ്ടല്ലോ, സെയിലിനിട്ടിരിക്കുന്ന വീടുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ പോലെ. അതാകുമ്പോൾ നമുക്ക് ആദ്യം ബഡ്ജറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് 40 അല്ല 50 ലക്ഷം വരെ എനിക്ക് താങ്ങും. അപ്പം നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു കാലാവധി നമ്മൾ ഇച്ചിരി ഹരിബറി പിടിക്കാതെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചോയ്സിൽ ഇത്തരം ഓപ്ഷൻസ് മുന്നേ വരും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ലൊക്കാലിറ്റി വരുമ്പോൾ നമുക്ക് ആ ചോയ്സ് നോക്കിയിട്ട് മേടിക്കാൻ പറ്റും. റെഡി ടു മൂവ് എന്നുള്ളതായിരിക്കും നല്ലത്. ഇച്ചിരിയുടെ ഫിനാൻഷ്യലായിട്ട് നല്ല സ്റ്റേബിൾ ഇൻകം ഉണ്ട്, നിലവിൽ വേറെ ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ല, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നല്ലൊരു ഇൻകം സ്റ്റെബിലിറ്റി ഉള്ളവരുടെ ആണെങ്കിൽ വേണ്ട ഒരു സ്ഥലം മേടിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന തെറ്റില്ല. കാരണം ലൈഫിനെ സംബന്ധിച്ചൊരു മൈൽ സ്റ്റോൺ ആണ്, നമുക്കൊരു അച്ചീവ്മെൻ്റ് ആണ്, അതിലൂടെ കിട്ടുന്ന നമുക്കൊരു പ്രൈഡ് ഉണ്ട്, നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. ഇതിനൊന്നും എല്ലാം ഞാൻ അതേപോലെ പോസിറ്റീവായിട്ട് പറയുന്നില്ല, പക്ഷേ നാട്ടിലുള്ള നടക്കുന്നൊരു കാര്യമായിട്ട് പറഞ്ഞതാണ്. പിന്നെ മാത്രമല്ല ഇതൊക്കെ ഇതിലൂടെ എല്ലാം നമുക്കൊരു ഓവറോൾ നമ്മളൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. പിന്നെ മാത്രമല്ല ഒരു വീടാകുമ്പം സ്വന്തം വീടാകുമ്പോൾ ആൾക്കാരെ നമ്മുടെ ഒരു ബോണ്ടേജ് ആ ബിലോങ്സ് ഒക്കെ കൂടും. ആ ഒരു വാടക വീട്ടിൽ കുറവാണെന്നല്ല, ഒരുമയോടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇതിന് പിന്നിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റിനെ പറ്റിയാണ്. അപ്പം പ്രവാസികൾ നമ്മുടെ നാടിനോട് കാണിക്കുന്ന ഒരു കരുതൽ പോലെ നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും വീട്ടിൽ പോകാൻ തോന്നും. നമ്മൾ എന്ത് കാര്യം മേടിക്കും നമ്മുടെ വീട്ടിലേക്കായതുകൊണ്ട് നമ്മൾ അങ്ങനെ പലതും പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് പോകും. വാടകക്കാരെ അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവരെ ഞാൻ നിരാശപ്പെടുത്തിയ കുറച്ചോ പറയുന്നതല്ല, നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോടെ ശ്രമിച്ചാൽ നടക്കും. അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും പറഞ്ഞ് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ആരെങ്കിലും ഒരു അഡ്വൈസർ കൂടി നമുക്ക് പ്ലാൻ ചെയ്ത് ചിട്ടീനെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കയ്യിലുള്ള ഗോൾഡ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്തൊരു സ്വന്തം വീട് സ്വായത്തമാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു ഇമോഷണൽ കണക്ഷനാണ് വീട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു വെച്ച വീട്, അതായത് പണി തീർത്ത വീട് വാങ്ങുമ്പോൾ അത് നമ്മുടെ ഒരു പ്ലാനിനനുസരിച്ചുള്ള നമ്മുടെ ഒരു ഇമോഷൻ കണക്ട് ചെയ്യുന്ന വീടാവണം എന്ന് നിർബന്ധമില്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ മലയാളികളുടെ എടുക്കുകയാണെങ്കിൽ എല്ലാ മലയാളികൾക്കും സ്വന്തമായി വീടുള്ളവർ ആവണം എന്നില്ല. ഒരു ശരാശരി ലൈഫ് സ്റ്റൈലിന് മേലിലുള്ളവർക്കായിരിക്കും വീടുള്ളത്. കുറേയധികം ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കും ഇപ്പം വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ, അതിപ്പോൾ വാടക വീടാണെങ്കിലും അച്ഛനും അമ്മയും ആ ഫാമിലി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ജീവിക്കുമ്പോഴാണല്ലോ അവിടെ അങ്ങനത്തെ ഒരു കണക്ഷൻ വർക്കാവുന്നത്. ആ ഒരു വീടിന് അപ്പുറത്തേക്കുള്ള ഒരു ബോണ്ടിങ് ആണല്ലോ. അപ്പം അങ്ങനെ ഒരു രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് ആദ്യം തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഡർ വന്ന് നമ്മളിപ്പോൾ തെറ്റിയതിൽ പോലും മാറാൻ പറഞ്ഞാൽ മാറണം. ആ ഒരു സെക്യൂരിറ്റിയുടെ
ഒരു സാധനമല്ല, ഇമോഷണൽ സെക്യൂരിറ്റി, അതാ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ പിന്നെ ഒരു സേഫ്റ്റി നമുക്ക് കിട്ടുന്നില്ല. ഉദാഹരണം പറയാം, ഇതിൽ ക്രിസ്ത്യൻ്റെ ബേസിക് സംഗതി നമ്മൾ വീട് വാങ്ങണ്ട എന്നല്ല പറയുന്നത്. വീട് പൈസ കയ്യിലുള്ള എല്ലാവർക്കും വീട് വാങ്ങാം, വീട് ഒരു നല്ല നിക്ഷേപമാണ്. 2, വ്യക്തമായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉള്ള എല്ലാവർക്കും വീട് വാങ്ങാം. കാരണം ഡൗൺ പേയ്മെൻറ്റിനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്, EMI അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, നമ്മുടെ കടം 40% താഴെയാണ്, നമ്മൾ സേഫ് ആണെങ്കിൽ നമുക്ക് വീട് വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് റെന്റ് എന്ന് പറയുന്ന അത്ര മോശം ഓപ്ഷൻ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഇപ്പം ഒരുപാട് പേർക്ക് വീടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കേസിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ഭാഗത്ത് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ ലൈഫ് ആയാലും പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു രീതിയിലൊരു ഭൂമി നമുക്ക് ഒപ്പിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ തന്നെ കുറച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. അത് തന്നെ നമുക്കൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു ലോങ് ടൈം പ്ലാനിങ്, ബേസിക്കലി ഒരു പ്ലാനിങ് ആണ്. നമുക്ക് ഏതൊരു അച്ചീവ് ചെയ്യണം, നമുക്കൊരു പ്ലാൻ വേണം, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് പോകാൻ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൃത്യമായിട്ട് അതിനൊരു മുന്നൊരുക്കം നടത്തണം. കൃത്യമായ പ്ലാനിങ്ങോട് പോവുകയാണെങ്കിൽ വീട് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പുറത്തുള്ള ആൾ 1 കോടിക്കോ 2 കോടിക്കോ വീട് വെച്ചതുപോലെ നമുക്ക് വെക്കണം എന്ന് പറയാൻ നമുക്ക് അങ്ങനെ കഴിയില്ല. അതെല്ലാവർക്കും സാധിക്കണമെന്നുമില്ല. അതെല്ലാവരും അങ്ങനെ എല്ലാവർക്കും അതേപോലെ സാധിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും തമ്മിൽ വ്യത്യാസവും ഇല്ല. പക്ഷേ സ്വന്തം എന്നുള്ളൊരു ഇതുണ്ട്, സ്വന്തം വീടെന്നുള്ള ഒരു ഇമോഷണൽ ഒരു ഇതുണ്ട്. അപ്പോൾ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും കഴിയും. കൃത്യമായ ഒരു മുന്നൊരുക്കം വേണം, പ്ലാനിങ് വേണം. ഇച്ചിരി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ രണ്ടാമതൊരു വീട് വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നാണല്ലോ ചോദിച്ചത്. അവിടെ കുറവുകളുണ്ടാകും, പക്ഷെ നമുക്ക് റിനോവേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്. ആദ്യം നമ്മൾ സ്വന്തമാക്കിയെന്നൊരു സാധനം, സ്വന്തം നാളെ വന്നിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്ന് ഒരാൾ പറയില്ല. ഈ സ്വന്തം എന്ന് പറയുന്ന സാധനം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചും വേണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വന്തം എന്ന ഒറ്റ ഇമോഷന് വേണ്ടി, സൊസൈറ്റിൻ്റെ സമ്മർദ്ദത്തിന് വേണ്ടി നമ്മൾ പോയി വീട് വാങ്ങരുത്. വീട് വാങ്ങി നമ്മൾ സാമ്പത്തിക കടക്കണി പെടരുത്. നമുക്ക് ഉദാഹരണം പറയാം, ഒരു പ്രൈവറ്റ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഓൾറെഡി അയാളുടെ ശമ്പളത്തിൻ്റെ 60% 80% ഈ കടത്തിലേക്ക് പോകുന്ന ഒരാൾ നാട്ടുകാർ ചോദിക്കുന്നു എന്നത് ഒറ്റ പേരിൽ എവിടുന്നെങ്കിൽ കുറച്ചും കൂടി കടമൊക്കെ വാങ്ങിയിട്ട് ഒരു വീടിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വീണ്ടും ഒരു EMI ആക്കിയിട്ട് 100 രൂപ വരവുള്ള ഒരാൾക്ക് 120 രൂപ ചിലവുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവൻ്റെ ജീവിതം പിന്നെ എന്തിനു കൊള്ളാം? എന്തിനെത്ര ഈ ഒരു സ്വന്തം എന്ന് പറയുന്ന ബോധം സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ്, നമുക്ക് ഓൾറെഡി നമുക്ക് പറ്റുന്നത് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വീട് വാങ്ങാം. നമ്മൾ കടം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നമുക്ക് വ്യക്തമായ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് വീട് വാങ്ങാം, അല്ലെങ്കിൽ അന്തസ്സായിട്ട് വാടകയ്ക്ക് താമസിക്കുക. എന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ല, വാടകയ്ക്ക് താമസിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ഈ മറ്റുള്ളവർ സമ്മർദ്ദത്തിന് വഴങ്ങുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാളിറ്റി തന്നെയാണ്. അങ്ങനെ പോയി വാങ്ങുന്നതിനല്ല സ്വന്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഒരു സ്വന്തമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ഗുണങ്ങളും പ്ലസ് പോയിന്റുകളെ പറ്റിയാണ് പറഞ്ഞത്. അത് അതിലൂടെ നമുക്കൊരു വെൽത്ത് കിട്ടുന്നുണ്ട്, ഇമോഷണൽ സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഇൻകത്തിനുള്ള സാധ്യതകളുണ്ട്, പിന്നെ ഒരു ഫ്യൂച്ചർ ജനറേഷനുള്ള നമുക്കൊരു അസറ്റാണ്. അങ്ങനെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചാണ് ഈ സ്വന്തം എന്നുള്ളതിൻ്റെ ഒരു അണ്ടർലൈൻ മീനിങ്. ഈ ഫ്യൂച്ചർ ജനറേഷനെ കുറിച്ച് മറന്നേക്ക്, ഓർക്ക് നമ്മളെക്കാൾ വലിയ സ്വപ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിന്റെ മോള് പഠിത്തം കഴിഞ്ഞിട്ട് ഏത് രാജ്യത്തായിരിക്കും പോകുക എന്നുള്ളത് നിനക്ക് പോലും അറിയില്ല. നമ്മൾ എന്തിനാണ് നമ്മുടെ ആയുസ് എന്ന് വെച്ചാൽ നിന്റെ ആയുസ് എന്തിനാണ് നമ്മൾ EMI അടച്ച് കളയുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അല്ല, രക്ഷിതാവ് എന്നുള്ള രീതിയിൽ എൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ എൻ്റെ കടമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടെ ചോയ്സ്, ആ ഫ്രീഡം നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിന് നീ കളയുന്നത് നിന്റെ ലൈഫാണ്. പക്ഷെ നിനക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ പ്രൈവറ്റ് എംപ്ലോയി ആന്ന് പറഞ്ഞല്ലോ. ശരി, പെൻഷൻ ഇല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് ഈ ആയ കാലത്ത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് ഇത് സ്വന്തമാക്കിയ വീടിനെ എനിക്ക് പറയുന്നത്രേ ഉള്ളൂ. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ സമ്പാദിക്കണം, വീട് വാങ്ങണം, സ്ഥലം വാങ്ങണം. പക്ഷെ പറ്റാത്തവർ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടോ ഇമോഷന്റെ പുറത്തോ അത്തരം ഒരു സാഹസത്തിന് നിൽക്കരുത്. കാരണം അത് നമ്മളെ പലപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നമ്മുടെ ജീവിതം തന്നെ ബോറാക്കി മാറ്റും. നമ്മൾ അതിനത്ര കഷ്ടപ്പെട്ട് EMI അടച്ച് ജീവിക്കുന്നത്, ആസ്വദിച്ച് ജീവിക്കുക ജീവിതം, അതിനുള്ള ജീവിതം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കടത്തിന് എപ്പോഴും 40% നിർത്തുക. എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളുണ്ട്. നമുക്ക് വെട്ടിയ നഖം നമുക്ക് തിരിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ കൈവിട്ട് പോയ ഏത് പണവും അധ്വാനിക്കാനും പ്ലാനും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. കൈവിട്ട് പോയി തിരിച്ചുണ്ടാക്കാൻ ഈ ലോകത്ത് പറ്റുന്ന ഒരേ ഒരു കാര്യം സമ്പത്താണ്. വേറെ ഒന്നും നമുക്കുണ്ടാകും. നമ്മൾ പ്രായമോ യൗവനമോ ഒന്നും നമുക്ക് പറ്റത്തില്ല, പക്ഷെ സമ്പത്താണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ, നമ്മളതിനുവേണ്ടി പണിയെടുത്ത പൈസ ഈ സമയത്ത് കാശ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ. അതിലൂടെ നമുക്കൊരു വീട് വാങ്ങാൻ കഴിയും. പ്രോപ്പറായി പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്താൽ നമുക്ക് വീടോ എന്ത് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ വിത്തൗട്ട് എനി പ്ലാനിങ് നമ്മൾ ഇത്തരം പരിപാടിക്ക് പോയി കഴിഞ്ഞ് നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലാവരുത്. അങ്ങനെയുള്ള ആളുകൾ വാടക വീടെടുത്ത് താമസിച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ടോപ്പിക്ക് ചർച്ച നടത്തിയാൽ ഞാനും പിന്നെ കുറേ ചർച്ച നടത്തും. അപ്പോൾ നമുക്ക് ഈ ചർച്ച അവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്.
വീട് വാടകയ്ക്ക് എടുക്കുന്നതാണോ വാങ്ങുന്നതാണോ നല്ലത് എന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ബിന്ദു പ്രകാശും ഷിനോദും അവരവരുടെ അഭിപ്രായങ്ങളും ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് സ്വീകരിക്കാം, തീരുമാനങ്ങൾ എടുക്കാം, എന്താണ് നല്ലത്, ഏതാണ് മികച്ച തീരുമാനമെന്ന്. സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്ക്, അതനുസരിച്ച് EMIയും ജോലിയും ഉള്ളവർക്ക് വീട് വാങ്ങാം എന്നുള്ളത് തന്നെയാണ് രണ്ടുപേരും അഭിപ്രായപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ പ്ലാനിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഭാവി വരുന്ന തലമുറയ്ക്ക് വേണ്ടി EMI അടച്ച് ജീവിതം ഇങ്ങനെ ഹോമിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഷിനോദും പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഇത്തരമൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുമായി ചോദിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ് എപ്പോഴും മികച്ചതായിട്ടുള്ളത്. അടുത്ത ചർച്ചയുമായി വീണ്ടും കാണാം.